നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. IPLന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമോ എന്നതിനെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ. ഷാർജയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. കഴിഞ്ഞ സീസൺ അവസാനിച്ചതു മുതൽ ചെന്നൈയിലേക്ക് സഞ്ജു ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ അദ്ദേഹം തന്നെ നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ട്രേഡിംഗ് വിൻഡോയിൽ സഞ്ജുവിനെ വാങ്ങാൻ താൽപ്പര്യമുണ്ടെന്ന് ചെന്നൈ ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഒന്നുകൂടി ഉഷാറാവുകയും ചെയ്തു. പക്ഷേ സഞ്ജുവോ റോയൽസോ ഈ അഭ്യൂഹങ്ങളോടൊന്നും നേരത്തെ പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഇത് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവ്യക്തതയുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഏറെക്കുറെ ഒരു തീരുമാനമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ അതിനുള്ള ഉത്തരവും ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുകയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഒന്നും പറയാനില്ല എന്നായിരുന്നു നിറഞ്ഞ ചിരിയോടെയുള്ള സഞ്ജു സാംസണിന്റെ മറുപടി. ഇതിലൂടെ ഭാവിയെക്കുറിച്ച് തീർച്ചയായും വലിയ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. റോയൽസ് വിട്ട് CSKയിലേക്ക് മാറുമെന്ന തരത്തിൽ വരുന്ന അഭ്യൂഹങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെങ്കിൽ സഞ്ജുവിന് ആ കാര്യം തുറന്നു പറയാമായിരുന്നു. ഈ അഭ്യൂഹങ്ങളെ അദ്ദേഹം തള്ളിയില്ല എന്നുള്ളതാണ് എടുത്തുപറയേണ്ട കാര്യം. ഇതുവരെയുള്ള വാർത്തകളിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് സഞ്ജു പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇതാദ്യമായല്ല ചെന്നൈയുമായി ചേർത്ത് അദ്ദേഹത്തിന്റെ പേരിൽ വാർത്തകൾ വരുന്നത്. കുറച്ചു വർഷങ്ങൾക്കു മുമ്പും സഞ്ജു CSKയിലേക്ക് കൂടുമാറുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം ഈ തരത്തിലായിരുന്നില്ല പ്രതികരിച്ചത്. അവയെല്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞ സഞ്ജു തനിക്ക് റോയൽസ് വിടാൻ യാതൊരു പ്ലാനുമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതേസമയം ഈ ട്രേഡിംഗ് വിൻഡോയിൽ സഞ്ജുവിനെ വാങ്ങണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലമായ 18 കോടി രൂപ റോയൽസിന് ചെന്നൈ നൽകണം. പണം നൽകാൻ കഴിയില്ലെങ്കിൽ ഇത്രയും മൂല്യമുള്ള താരങ്ങളെയോ റോയൽസിന് പകരം നൽകിയേ തീരൂ. ഇത് റോയൽസും പിന്നീട് BCCIയും അംഗീകരിച്ചാൽ മാത്രമേ കൂടുമാറ്റം സാധ്യമാവുകയുള്ളൂ. രാജസ്ഥാൻ റോയൽസ് വിട്ട് പുതിയൊരു ടീമിലേക്ക് മാറാൻ സഞ്ജു സാംസണെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ടായിരിക്കാം. ഇതിൽ ആദ്യത്തേത് ടീമിനുമേൽ അദ്ദേഹത്തിന് നേരത്തെയുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതാണ്. മുൻ കോച്ചും ടീം ഡയറക്ടറുമായ കുമാർ സംഗക്കാരിയുമായി വളരെ നല്ല അടുപ്പവും ഒത്തിണക്കവുമാണ് സഞ്ജുവിനുണ്ടായിരുന്നത്. ടീമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇരുവരും ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ സീസണിന് മുമ്പ് സംഗക്കാരിക്ക് പകരം രാഹുൽ ദ്രാവിഡ് മുഖ്യ കോച്ചായി എത്തിയതു മുതൽ കാര്യങ്ങൾ താളം തെറ്റിത്തുടങ്ങി. നേരത്തെ സഞ്ജുവിന്റെ തുറുപ്പുചീട്ടുകളായിരുന്ന ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചാഹൽ, ട്രെന്റ് ബോൾട്ട്, അശ്വിൻ തുടങ്ങിയവരെയെല്ലാം ദ്രാവിഡ് ഒഴിവാക്കി. ഇത് കഴിഞ്ഞ സീസണിൽ റോയൽസിന്റെ പ്രകടനത്തെയും സാരമായി ബാധിച്ചു. മാത്രമല്ല, ദ്രാവിഡിന്റെ ചില തീരുമാനങ്ങളിലും സഞ്ജുവിന് അതൃപ്തിയുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു കളിക്കിടയിൽ ഗ്രൗണ്ടിനടുത്ത് ടീമിന് ദ്രാവിഡ് നിർദ്ദേശങ്ങൾ നൽകവേ അത് ഗൗനിക്കാതെ അദ്ദേഹം മാറി നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ടീമിനകത്ത് ക്യാപ്റ്റൻസിക്കായി വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നുവെന്നതും വൈഭവ് സൂര്യവംശിയുടെ വരവോടെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായതും റോയൽസ് വിടാൻ സഞ്ജുവിനെ പ്രേരിപ്പിക്കുന്ന മറ്റു കാരണങ്ങളാണ്.